നമസ്കാരം ഗൈസ്, ആർജിയാണ്. നമ്മൾ ഫൈനലി വീട്ടിലേക്ക് പറ്റിയുള്ളൂ. നിഷു ബസ് വിട്ട് ഇറങ്ങിയുള്ളൂ. വീണ്ടും പോകും. അപ്പൊ ഗൈസ് നമ്മൾ വീട്ടിൽ പോവാം. കുറച്ചു ഫോൺ ചാർജ് ചെയ്യാം, പിന്നെ നമ്മൾ ടോർച്ചൊക്കെ ചാർജ് ചെയ്ത് വെക്കാം. നമ്മൾ അതൊക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ അടുത്ത അമ്പലത്തിൽ പോകും. അപ്പൊ ഗൈസ് വീഡിയോ കാണുന്ന എല്ലാവരും നമ്മൾ രണ്ടാളെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ നിഷുവിനെ ഫോളോ ചെയ്യാം, എന്നെ ഫോളോ ചെയ്യാം. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് നടക്കാം. എനിക്ക് വീട്ടിലേക്ക് പോകാൻ ഈ വഴി ഇഷ്ടം അല്ലെ നിഷു? ഈ വഴി ഭയങ്കര ഇഷ്ടം. കാരണം ഇതാകുമ്പോൾ അതൊക്കെ റോഡ് വഴി ഇങ്ങനെ കയറി പോയാൽ മതി. മറ്റത് ഇച്ചിരി കുഴപ്പമില്ല, പ്രകൃതി രമണീയമാണ്. പക്ഷെങ്കിലും ഈ വഴിയാണ് എനിക്ക് ഇഷ്ടം. നമ്മൾ ശരിക്കത്തെ വഴി ഇതാണ്. അപ്പൊ ഫൈനലി നമ്മൾ നമ്മുടെ വീട്ടിലെത്തി, സ്വർഗത്തിലെത്തി. നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ നിഷു ഈ വഴി കൂടെ നമ്മളെ വഴി കൂടെ വന്നത്, ഞാൻ മറ്റേ നമ്മൾ എല്ലാം മറ്റേ രീതിയിലുള്ള വഴി കൂടെ വന്നത്. മോളുടെ റോഡിൽ കൂടെ ഇറങ്ങുമ്പോൾ സുഖമാണ് വരാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ നിഷു ഈ വഴി കൂടെ ഇറങ്ങി വന്നത്. ഈ വഴി കൂടെ എനിക്ക് ഇറങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാലൊന്നും വയ്യാതിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുത്തനുള്ള ഇറക്കത്തിൽ കൂടെ കാല് മടങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ കഴിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പട്ടിക്കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി പോയ വീഡിയോയിൽ എല്ലാവരും ചോദിച്ചു പട്ടിക്കുഞ്ഞിനെ കൊടുക്കാനുണ്ടോ, എത്രയാണെന്നൊക്കെ ചോദിച്ചായിരുന്നു. കുഞ്ഞിന് 1000 രൂപയാണ് കേസ് പറയണത്. താല്പര്യം മെസ്സേജ് ചെയ്യാം. ഒരു കുഞ്ഞിന് 1000 വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെ ഊട്ടിപ്പട്ടി അല്ലെങ്കിൽ പൂച്ചപ്പട്ടി, മറ്റേ പൊമറീനിയൻ എന്നൊക്കെ പറയുമല്ലേ നിഷു? നാടൻ പൊമറീനിയൻ അല്ലേ, അതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം മെസ്സേജ് ചെയ്യാം. ഊട്ടിപ്പട്ടി എന്ന് പറയും. രോമുള്ള പട്ടിയാണ്. നിങ്ങൾ താല്പര്യം മെസ്സേജ് ചെയ്യാം ഗൈസ്. മെയിലും ഫീമെയിലും രണ്ടും ഒരേ ഗണത്തിൽപ്പെട്ട പട്ടിയാണ്. അതേ ഗണത്തിൽപ്പെട്ടതാണ്. അപ്പോ വേറെ മാറി ക്രോസ് ചെയ്തൊന്നുമല്ല. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. കുട്ടികൾ നല്ല അടിപൊളി കുട്ടികളാണ്. നല്ല രോമൊക്കെ ഉണ്ട്. നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോൾ കാണിച്ചില്ല. ചേച്ചിയുടെ വീട്ടിൽ പോകുന്ന കൊച്ചിനെ കുഞ്ഞ് എടുക്കുന്നതാണ്. ഇന്നലെയും കൂടി പോയപ്പോ കാണിച്ചായിരുന്നു. അത് പക്ഷെ നല്ല അടിപൊളി കുട്ടീനെ നിങ്ങൾക്ക് താല്പര്യം പറയാം. ഉണ്ട കുട്ടിയാണ്. നമ്മുടെ തുണിയൊക്കെ ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിഷു എല്ലാം പെറുക്കിയെടുക്കാണ്. ഇനി അങ്ങനെ മഴ പെയ്താലോ. അപ്പൊ പട്ടിക്കുട്ടി ആവശ്യമുള്ളവർ എല്ലാവരും കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. നമുക്ക് എന്തായാലും പട്ടിക്കുട്ടികൾ റെഡി സെറ്റാക്കി തരാം.